Assalamualaikum guys, IR Techniques YouTube ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും സ്വാഗതം. ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റ് ആയിട്ടാണ്. അഥവാ W17 മൈക്രോവെയറിൻ്റെ W17, അതുപോലെ തന്നെ K17 Pro ആപ്പിൾ ലോഗോ വരുന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് വാച്ച് തമ്മിൽ ഡിഫറൻറ്റ് കാണിക്കുന്ന വ്യത്യാസങ്ങൾ കാണിക്കുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഫുൾ അൺബോക്സിങ് വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് വാച്ചിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. രണ്ടും നല്ല ഒരു അടിപൊളി വരുന്ന സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത 1.92 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. മറ്റൊരു വാച്ച് ആപ്പിൾ ലോഗോ, അത് K17 Pro ആപ്പിൾ ലോഗോ വരുന്ന ഒരു മോഡലാണ്. അപ്പം ഈ രണ്ട് മോഡൽസ് നമ്മളെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ സിമ്പിൾ പ്രൈസിൽ നമ്മൾ ഈ മോഡൽ എന്നില്ല എല്ലാ മോഡൽസും നമ്മൾ വളരെ സിമ്പിൾ പ്രൈസിലാണ് സെയിൽ ചെയ്യുന്നത്. അപ്പം രണ്ടും മെയിനായിട്ട് വരുന്ന ഒരു സീരീസ് 7 വരുന്ന നല്ല അടിപൊളി കിടിലം സ്മാർട്ട് വാച്ച് ആണ് ഈ രണ്ട് വാച്ചും. ഇനി ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഇതാണ് നമ്മുടെ വാച്ചിൻ്റെ ബോക്സ്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ കളറും അതുപോലെ വൈറ്റ് കളറും വരുന്ന മോഡലാണ് W17 മൈക്രോവെയറിൻ്റെ W17. മറ്റ് നമ്മൾ K17 Pro. ഓക്കെ, നമ്മൾ W17 എന്ന് പരിചയപ്പെടാം. മൈക്രോവെയർ എന്ന ആപ്ലിക്കേഷനായിട്ട് വരുന്ന കമ്പനി വരുന്ന ഇതാണ്. ബാക്ക് ഭാഗത്ത് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ K17 Proൻ്റെ ഇതാണ് സീരീസ് 7 എന്ന് എഴുതിയ ഒരു ബോക്സിലൊക്കെയാണ് K17 വന്നിരിക്കുന്നത്. രണ്ടും നല്ലൊരു ഫിനിഷിൽ വരുന്ന ഒരു ബോക്സിലാണ് രണ്ട് വാച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇതിനെ നീട്ടി പറയുന്നില്ല, നമുക്ക് നേരെ വാച്ചിൻ്റെ ബോക്സൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ ആദ്യം K17 Pro എടുക്കുന്നുണ്ട്. ആദ്യം ഒരു ബോക്സാണ് വന്നിരിക്കുന്നത്. ദെൻ മറ്റൊരു ബോക്സിലാണ് ഡിവൈസ് വരുന്നത്, വാച്ച് വരുന്നത്. ഓക്കെ, നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്കൊരു യൂസർ മാനുവൽ കാണാൻ പറ്റും. വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് അടങ്ങിയ ഒരു യൂസർ മാനുവൽ. ദെൻ ഇതിൻ്റെ സ്ട്രാപ്സ് ആണ് ഒരു സെപ്പറേറ്റ് ഒരു ബോക്സിലാണ്, ചെറിയൊരു ബോക്സിലാണ്. അപ്പോൾ സിലിക്കണിൻ്റെ ഒരു സ്ട്രാപ്പാണ് വാച്ചിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ആ വാച്ചിൻ്റെ പ്രൈസ് റേഞ്ചിൽ നല്ല ബെറ്റർ ക്വാളിറ്റിയുള്ള ഒരു സിലിക്കണിൻ്റെ ഒരു സ്ട്രാപ്പ് തന്നെയാണ് കൂടെ വന്നിരിക്കുന്നത്. ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജറാണ്. ഡയറക്റ്റ് നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്ന വയർലെസ് ചാർജറാണ്. ദെൻ നമുക്ക് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡിവൈസ് ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, സീരീസ് 7 വരുന്നത്, അഥവാ സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ഒരു ഡിസൈനാണ്. ഈ വാച്ച് എന്നല്ല, മറ്റേ W17 സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ഒരു ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് W17 ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. ഇതാണ് നമ്മുടെ ബോക്സ്. ബ്ലാക്ക് കളറാണ് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യുന്നത്. ഓപ്പൺ ആകുന്ന സമയത്ത് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ്. ഫസ്റ്റ് നമുക്ക് യൂസർ മാനുവലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് നമുക്ക് Active Pro എന്ന ആപ്ലിക്കേഷനാണ് കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതുപോലത്തെ ഒരു ഫേസിലാണ്, ഓൾറെഡി സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത ഒരു രീതിയിലാണ് ബോക്സിൽ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ്. സീരീസ് 7 വരുന്ന 45mm വരുന്ന ഒരു വാച്ചാണ് W17. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത് 2 പിൻ മാഗ്നറ്റിക് ഓപ്ഷൻ വരുന്ന ഒരു കേബിളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് മാഗ്നറ്റിക് ആണ്, നല്ല പവർ ഉണ്ടാവും. വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല മാഗ്നറ്റിക് ആയി നല്ല പ്രസ്സായി നിൽക്കുന്ന ഒരു മോഡൽ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കേബിളും ഇതിനെ കൂടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. സീരീസ് 7 വരുന്ന W17 എന്ന ഈ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് രണ്ട് വാച്ചും കൂടെ വെച്ചൊന്ന് കമ്പയർ ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ജസ്റ്റ് സ്ട്രാപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ സ്ട്രാപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാച്ച് തമ്മിലുള്ള ഡിഫറൻറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, രണ്ടും സെയിം ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു സീരീസ് 7 വരുന്ന കോപ്പി ആയതുകൊണ്ട് തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓണാക്കാനായിട്ട് ജസ്റ്റ് അടിയുള്ള ബട്ടൺ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഓണാക്കിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം രണ്ട് വാച്ച്. അപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് K17 നമുക്ക് ആപ്പിൾ ലോഗോ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലുള്ള അടുത്ത സൈഡിലുള്ള W17 ആണ്. ഓക്കെ, W17 മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അതും രണ്ടും ഒന്ന് 1.92 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് പരിചയപ്പെടാം. ഇതിൽ വരുന്നത് 2 പിൻ മാഗ്നറ്റിക് ആണ്. അപ്പോൾ സീരീസ് 7 45mm എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മറ്റേ നമുക്ക് K17 Pro നമുക്ക് കാണിക്കുന്നത് വയർലെസ് ചാർജറാണ്, ജസ്റ്റ് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീരീസ് 7 ഇതിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സീരീസ് 7 ഐ വാച്ച് എന്നൊക്കെ അതിലും ബാക്ക് ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. രണ്ട് സെൻസറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രോളിംഗ് ഓപ്ഷൻ ഉള്ള പവർ ബട്ടണാണ്. ഒരു റെഡ് കളർ ലൈൻ വരുന്നത് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടണാണ് വന്നിരിക്കുന്നത്. തൊട്ടടിയിൽ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ് രണ്ടിനും സെയിം പോലെ തന്നെയാണ്. അത് എക്സ്ട്രാ ഒരു പവർ ബട്ടൺ. ഇനി നമ്മൾ മറുഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ
സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ സീരീസ് 7 വരുന്ന പോലെ സിംഗിൾ ഹോളിൽ വരുന്ന ഒരു സ്പീക്കറിൻ്റെ ബോക്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം ഒരു ആപ്പിൾ വാച്ചിൻ്റെ ആ ഒരു ടോട്ടലി ആ ഒരു ഡിസൈനാണ് ഈ രണ്ട് വാച്ചിനും മെയിനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് തുടർന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി രണ്ടും നല്ല ഹൈ ക്വാളിറ്റി നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പക്ഷേ W17 1.92 ഇഞ്ച് ആ ഇഞ്ചിൻ്റെ ആ ഡിസ്പ്ലേ ഡിഫറെൻ്റ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. എങ്കിലും രണ്ടും നല്ല മോഡലാണ്. പക്ഷേ K17 പ്രോയിൽ നമുക്ക് എന്ത് ചെയ്യും, ആപ്പിൾ ലോഗോ അവൈലബിൾ ആണ്. പക്ഷേ W17 നമുക്ക് ആപ്പിൾ ലോഗോ അവൈലബിൾ അല്ല. അതാണ് ഡിഫറെൻ്റ് വരുന്നത്. W17 ഒന്നുകൂടെ ഒരു സ്മൂത്ത് ടച്ച് ഒന്ന് പക്ക യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത് വരുന്നത് ടോട്ടലി നമുക്ക് K17 പ്രോയിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ആ മെനു സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഡിസ്പ്ലേ ഒന്നുകൂടെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് W17 എന്ന ഒരു മോഡൽ നമുക്ക് കാണാൻ പറ്റും. വീഡിയോയിൽ ജസ്റ്റ് നോക്കിയാൽ നമ്മുടെ എഡ്ജൊക്കെ ഇറങ്ങിയൊരു മോഡൽ വരുന്നൊരു ഡിസ്പ്ലേ ആണ് W17 വന്നിരിക്കുന്നത്. ഓക്കെ, എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ അതാണ് W17 മെയിൻ പ്രത്യേക എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ്. ഓക്കെ, നമ്മൾ K17 പ്രോയിൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ എഡ്ജായിട്ട് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ടോട്ടലി നമുക്ക് ഇറങ്ങിയതായിട്ട് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. എങ്കിലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത് K17. രണ്ടും നല്ല മോഡൽസ് തന്നെയാണ്. പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡിസ്പ്ലേ വലുതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് W17 എടുക്കാം. അതുപോലെ നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു മോഡലാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് K17 പ്രോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു മെയിൻ പ്രത്യേകതയാണ് ആപ്പിൾ ലോഗോ വരിക എന്നുള്ളത്. ഞാൻ ജസ്റ്റ് രണ്ടിൻ്റെയും സ്മാർട്ട് സ്റ്റൈൽ ഒന്ന് ബെസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ് ഇതിൽ വന്നിരിക്കുന്നത്. K17 പ്രോ എന്ന ഒരു മോഡൽ വളരെ സ്മൂത്തായിട്ട് വരുന്ന ഒരു സ്മാർട്ട് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റും. ആ ഒരു യെല്ലോ കളർ നോക്കണ്ട, അത് വീഡിയോയിലെ നമ്മുടെ ക്യാമറൻ്റെ ഇതിൽ വരുന്ന യെല്ലോ കളറാണ്. പക്ഷേ രണ്ടും നല്ല അടിപൊളിയായിട്ട് വരുന്ന നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ സൂം ഔട്ടൊക്കെ പവറായിട്ട് വരുന്നത് K17 പ്രോയിലാണ്. നമ്മൾ ജസ്റ്റ് സൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിരിയും. നല്ല ഫാസ്റ്റായിട്ട് രണ്ടും നല്ല ഫാസ്റ്റായിട്ട് വരുന്ന വർക്കിംഗ് തന്നെയാണ് രണ്ട് മോഡൽസിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മെനു മുകളിൽ നിന്നൊക്കെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഓപ്ഷൻസാണ്. വാച്ചിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ W17 നമുക്ക് കൗണ്ട് രീതിയിൽ കാണിക്കും, മറ്റൊരു കട്ട ബോക്സിലായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി എല്ലാ സ്മാർട്ട് വാച്ചിൽ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ട്, അപ്പോൾ ഈ രണ്ട് വാച്ചിനെയും അൺബോക്സിംഗ് വീഡിയോ നമ്മൾ ഓൾറെഡി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യം ഡീപ്പായിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ നമ്മൾ അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. രണ്ട് വാച്ചിൻ്റെയും ഫുൾ അൺബോക്സിംഗ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ആപ്പ് കണക്റ്റിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്ത വീഡിയോ നമ്മൾ ചെയ്തതാണ്, ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി കയറി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണ്, നമ്പർ പേഡ് കീബോർഡും കാര്യങ്ങളും വരുന്നുണ്ട്. കോൺടാക്റ്റ് എല്ലാം ആപ്ലിക്കേഷനുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വാച്ചിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാം. ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു സെൻസറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ വാച്ചിൽ വരുന്ന മ്യൂസിക് കൂടുതൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ്, ലെവല്, വൈബ്രേഷന്, മെലോഡി, ഓക്കെ, QR കോഡ്. എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ വാച്ച് 7 MCU SW എന്നൊക്കെ കാണാൻ പറ്റും. മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെയാണ് സെയിം ഇതിൽ തന്നെയാണ് K17 നോക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റിങ്സാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരാം. സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ BT ക്ലോക്ക്, സൗണ്ട്, വോളിയം, ഡിസ്പ്ലേ യൂണിറ്റ്, ഇൻ്റർനാഷണൽ അഥവാ ലാംഗ്വേജ്. എബൌട്ടിൽ പോയി കഴിഞ്ഞാൽ സീരീസ് 7 നെയിം, ഒരു സീരീസിന് കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മോഡലിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഗെയിം വരുന്നത്. ഓക്കെ, എല്ലാ സ്മാർട്ട് വാച്ചിലും വരുന്നില്ല, ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സ്മാർട്ട് വാച്ച് അഥവാ അത്യാവശ്യം ഒരു ക്വാളിറ്റി വരുന്ന സ്മാർട്ട് വാച്ചുകളിൽ മാത്രമേ ഗെയിം വരുമ്പോൾ തന്നെ അതിൻ്റെ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നല്ല പക്ക സ്മൂത്തും ഫാസ്റ്റും കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് തെളിയിക്കുന്നത്. അപ്പം ഈ ഒരു മോഡൽ നമുക്ക് 4 ഗെയിംസ് അവൈലബിൾ ആണ്, ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഗെയിം നമുക്ക് കൂടുതൽ കളിക്കാനുള്ള ഒരു ഇതിലല്ല, എങ്കിലും അതിൻ്റെ ആ ഒരു വാച്ചിൻ്റെ ആ ഒരു പവർ കാണിക്കാനാണ് ഗെയിം വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വരുന്ന ഒരു മോഡലാണ് K17 പ്രോ എന്ന ഈ ഒരു സീരീസ് 7 വരുന്ന ആപ്പിൾ ലോഗോ മോഡൽ. ഓക്കെ, ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത
ആപ്പ് ലോഗോ ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള കോഡായിട്ട് സെറ്റ് ചെയ്താൽ ഒരിക്കലും ആ ആപ്പ് ലോഗോ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ വരുന്ന ഒരു ആപ്പ് ലോഗാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ 2 പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ IR സ്റ്റോറിൽ നിന്ന് 2 പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ പ്രൈസിൽ ഈ ഒരു മോഡൽ എന്നില്ല എല്ലാ മോഡൽസും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു മോഡൽ നല്ല 2000 അണ്ടറിൽ വരുന്ന നല്ല മോഡൽസ് നമ്മളെടുത്ത് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ആ ലിങ്കുമായി ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബൈ ലിങ്ക് വെച്ചിട്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യാറില്ല. ഫസ്റ്റ് ടൈം ഫുൾ പേയ്മെൻറ്റ് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോർവേഡ് ചെയ്യും. എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് ആ വാട്സുമായി ബന്ധപ്പെട്ടെങ്കിൽ ഇൻഫർമേഷൻ ഞങ്ങൾ തരുന്നതാണ്. ഈ മോഡൽസ് എല്ലാ മോഡൽസും നമ്മളടുത്ത് അവൈലബിൾ ആണ്. വളരെ സിമ്പിൾ പ്രൈസിലാണ് എല്ലാ മോഡൽസും. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിങ്ക് കയറി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ സ്മാർട്ട് വാച്ചുകളുടെ ഇൻഫർമേഷന് വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ വാച്ചുകളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.